നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടില്ലേ? എങ്കിൽ ദിസ് വീഡിയോസ് എക്സാക്ട്ലി വാട്ട് യു നീഡ്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ കിട്ടാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് സാമ്പിൾ പ്രൊഡക്ട്സ്. അതായത് നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോട്ടോസ് വെച്ചിട്ട് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പേജിൽ പോസ്റ്റ് ചെയ്യുക. അതായത് ജസ്റ്റ് ഒരൊറ്റ ഫ്രെയിം വാങ്ങിച്ചിട്ട് ഒരു 3-4 പ്രിൻ്റൊക്കെ എടുത്തിട്ട് പല ആംഗിളിൽ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പേജിൽ പോസ്റ്റ് ചെയ്യുക. നമ്മളൊരു ഇൻസ്റ്റാ പേജൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിൽ കുറച്ച് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സാമ്പിൾ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ഫസ്റ്റ് ഓർഡർ എങ്ങനെയായാലും നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നമുക്കറിയുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കും, അല്ലാതെ അതെന്തായാലും ഒരു സ്ട്രേഞ്ചർ ആയിരിക്കില്ല. മൂന്നാമത്തെ കാര്യം, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക. ഫോട്ടോസ് എടുക്കുമ്പോൾ കഴിയുന്നതും നാച്ചുറൽ ലൈറ്റിൽ, അതായത് സൺലൈറ്റിൽ തന്നെ എടുക്കാൻ നോക്കുക. എന്ന് വെച്ചിട്ട് ഭയങ്കര വെയിലത്ത് പോയിരുന്നിട്ട് എടുക്കാനല്ല കേട്ടോ. ചെറുതായിട്ട് സൺലൈറ്റ് വരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കുക. അതേപോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുക. ലൈക്ക് സാറ്റിൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ ഫർ ക്ലോത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ക്ലീൻ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുക. നാലാമത്തെ കാര്യമാണ് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളത്. കഴിയുന്നതും ഡെയിലി പോസ്റ്റ് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് മാത്രം പോസ്റ്റ് ചെയ്യുന്നതിന് പകരം മേക്കിംഗ് പ്രോസസ്സ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോസ്, അതേപോലെ പാക്കിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്ത കാര്യം, ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് മാത്രം ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം കുറച്ച് ഓർഡേഴ്സ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാതെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കരുത്. എന്നാൽ ഒരുപാട് റേറ്റ് കൂട്ടിയിട്ടും ചെയ്യാതിരിക്കുക. അടുത്ത കാര്യം, എനിക്ക് ഒരുപാട് വർക്കായിട്ടുള്ള പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ മടിയുള്ളൊരു കാര്യമാണ് നമ്മൾ ഡെയിലി വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓർഡേഴ്സ് കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ ഒട്ടും ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ അത്. കാരണം ഞാൻ കുറച്ച് കാലം എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെയായിരുന്നു ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സെയിം വാട്സപ്പിൽ തന്നെ എൻ്റെ കസ്റ്റമേഴ്സും ഉണ്ടാവും, എൻ്റെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഇങ്ങനെ കുറേ പേരുണ്ടാവും. അപ്പോൾ അതിലിങ്ങനെ ഡെയിലി വാട്സപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. ഇപ്പോൾ എന്തായാലും ഞാൻ നമ്പറൊക്കെ ചേഞ്ച് ചെയ്തു, ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വാട്സപ്പ് ഒക്കെ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സും നിങ്ങൾ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഒരു പുതിയ സിം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഈ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എങ്ങനെയാലും കഴിയുന്നതും വാട്സപ്പിൽ എന്നും സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പേജ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെറിയ ഓഫേഴ്സ് കാര്യങ്ങൾ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഫസ്റ്റ് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡർ വന്ന് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ കസ്റ്റമറോട് നിങ്ങൾ എന്തായാലും റിവ്യൂ ചോദിക്കുക. ഫോട്ടോസോ വീഡിയോസോ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാൻ പറയുക. അതല്ലെങ്കിൽ അവർ തരുന്ന റിവ്യൂ നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. ഇനി എനിക്ക് എങ്ങനെ ഫസ്റ്റ് ഓർഡർ വന്നാന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. ചിലപ്പോൾ ഞാനിത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും പറയാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഫ്രെയിം കൊടുക്കാൻ തീരുമാനിച്ച് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ ഒരു ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഫൈനലി ഞാൻ എഡിറ്റ് ചെയ്ത് അയച്ച ഒരു ഫോട്ടോ ആണ് അത് ഞങ്ങൾ ഫ്രെയിം ആക്കിയിട്ട് ഗിഫ്റ്റ് ചെയ്തത്. ഇത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതായതുകൊണ്ടും, രണ്ടാമത്തെ കാര്യം ഞാൻ അതിൻ്റെയൊക്കെ ഒരുപാട് മുന്നേ തന്നെ ഇങ്ങനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞാനത് സ്റ്റാർട്ട് ചെയ്തില്ല. ഏകദേശം ഒരു 3-4 മാസമെങ്കിലും ഞാനത് തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് നിന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തതും ഞാൻ ചെയ്ത വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ അത് തന്നെ ഫ്രെയിം ചെയ്ത് കൊടുത്തതും. അപ്പം നിങ്ങളും എന്നെപ്പോലെ തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങാതെ നിൽക്കുന്നവരാണെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടും ഒന്നിനു വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങളായിട്ട് തന്നെ തുടങ്ങാം കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ആർക്കെങ്കിലും നിങ്ങൾ ചെയ്ത വർക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ.